ഗൈസ്, അപ്പൊ ഇന്ന് എഗെയിൻ നമുക്കൊരു ദന്തൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. മിനിയാന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ നല്ല ലേറ്റ് ആയേ, അതുകൊണ്ട് പ്രൊസീജിയേഴ്സ് ഒന്നും അന്ന് തീർക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഇന്നും പോണം. അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് എന്റെ പഴയ ഹോസ്റ്റല്. ആ കാണുന്ന കോളേജിലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ എന്റെ ക്യാമ്പസ് ഇതല്ല കേട്ടോ, പക്ഷെ എന്റെ ഹോസ്റ്റൽ അവിടെ തന്നെ ആയിരുന്നേ. ഞാൻ ഇതിലെ കൂടെ പോകുമ്പോഴും എനിക്ക് ഓർമ്മകൾ ഓടക്കുഴലൂതും ഗൈസ്. എനിക്ക് എവിടെയെങ്കിലും ഒരു വട്ടം പോയാൽ തന്നെ പിന്നെ ആ ഒരു സ്ഥലം കാണുമ്പോൾ ഭയങ്കരമായിട്ട് നൊസ്റ്റു അടിക്കേ. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇതാണ് നമ്മുടെ ക്ലിനിക്ക്. ഇന്നത്തെ ആദ്യത്തെ ശ്രീയാണേ. ശ്രീയുടെ വായിലൊരു താജ്മഹൽ എന്നെ പണിയാനുണ്ട് ഗൈസ്. അത്രക്കൊന്നും ഇല്ല കേട്ടോ, അവക്ക് ചെറുതായിട്ടൊരു പല്ലെടുക്കാനുണ്ടേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഊഴായിരുന്നേ. അങ്ങനെ ക്ലിനിക്കിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേ. ഈ ഒരു വിടവാങ്ങൽ താൽക്കാലികം മാത്രം, അടുത്ത ആഴ്ച പിന്നെയും വരാനുണ്ട് ഗൈസ്. ശ്രീക്ക് ഐസ്ക്രീം മാത്രം കഴിക്കാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരെ വന്നത് പബ്ബാസിലേക്കാണേ. വായിലുള്ള 32 വല്ല് പോയാലും നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് മാത്രമേ തിരിച്ചു പോകുള്ളൂ ഗൈസ്. അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരാളെ കണ്ടത്. ഇതാരാണ് നമ്മളെക്കാളും ചെറിയ കുട്ടി. ശരിക്കും പറഞ്ഞ പിള്ളേരെല്ലാം കാണുമ്പോ ഇപ്പൊ അസൂയ തോന്നുന്നു ഗൈസ്. ഏതാ ലൈഫല്ലേ, ഒന്നും അറിയണ്ട, ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, ചിൽ. ശ്രീ ആണെങ്കിൽ പല്ല് പോയ സങ്കടത്തിൽ എന്നോട് മിണ്ടുന്നു പോലും ഇല്ല ഗൈസ്. നമ്മളെന്താ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞില്ല അല്ലേ. ശ്രീ ഒരു റോയൽ ഫലൂദയും ഞാനൊരു ഓപ്പൺ ബട്ടർ മസാല ദോശയാട്ടോ പറഞ്ഞത്. പാവത്തിന് വേദനിച്ചിട്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്നെ സ്റ്റാർട്ട് ചെയ്തു. അവള് പിന്നെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ കഴിച്ചു. അവളുടെ ഫലൂദ കഴിച്ച് കഴിയാനായപ്പോഴാട്ടോ എന്റെ ഓപ്പൺ ബട്ടർ മസാല ദോശ എത്തിയത്. ആദ്യം നമുക്കിത് ഓപ്പൺ ബട്ടർ മസാല ദോശയാണോ എന്ന് ചെക്ക് ചെയ്യാം ഗൈസ്. അതേത് ഓപ്പൺ ആണ്, ബട്ടർ ഉണ്ട്, മസാലയുണ്ട്, ദോശയാണ്. അപ്പൊ ഇനി കഴിക്കാം. ദോശ കഴിച്ച് കഴിയാനായപ്പോഴാട്ടോ ചായ വന്നത്. നമ്മൾ ശുങ്കടാപ്പി മോൾ ഇപ്പോഴും മെല്ലെ കഴിക്കുന്നേ ഉള്ളൂ. അവിടെ നമ്മൾ നേരെ KSRTC സ്റ്റാൻഡിൽ പോയിട്ടോ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറെ ബസ് കണ്ടെങ്കിലും നമ്മൾ രണ്ടാളും ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ബസ് രണ്ടുപേർക്കും കൈകാട്ടി നിർത്താൻ മടിയായിരുന്നു ഗൈസ്. കുറെ നേരം കേരള KSRTC വേണമെന്നുള്ള ഒറ്റ വാശിയിൽ ശ്രീ അവിടെ തന്നെ നിന്നു. പക്ഷെ അത് കിട്ടിയിട്ടില്ല ഗൈസ്. അങ്ങനെ ലാസ്റ്റ് കർണാടക KSRTC കയറി തന്നെ പോണ്ടി വന്നു. അപ്പൊ അത്രേ ഉള്ളൂ, ബൈ.